അബാക്കസ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ മാത്സ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൈകൊണ്ട് കൂട്ടി ചെയ്യുന്ന സമയത്ത് ക്ലാസ് റൂമിൽ പോയിട്ട് ഇല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ പോയിട്ട് കൈകൊണ്ട് കൂട്ടി എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താ പറയുക, കാൽക്കുലേറ്ററുകൾ ഇല്ലെങ്കിൽ ഈ അബാക്കസ് ടൂൾ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ അബാക്കസ് ടൂൾ മാത്സിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്താ പറയുക, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മാത്രം പഠിച്ചതുകൊണ്ട് ഇത് അവിടെ പോയി പ്രയോഗിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അബാക്കസ് ടൂൾ യൂസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ട്രെയിനിങ് മെത്തഡോളജിയിലൂടെ സാധിക്കുന്നുണ്ട്. അതിലുപരി ഇത് രണ്ട് കൈകളും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബ്രെയിനും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡ് ബ്രെയിനുമാണ് സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് കൈകളും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ നന്നായിട്ട് കൂടുന്നുണ്ട്. കോൺസെൻട്രേഷൻ ലെവൽ, കുഞ്ഞു മുത്തുകളാണ് അല്ലേ, ഈ മുത്തുകൾ ശ്രദ്ധിച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്താ പറയുക ശരിയായ ഉത്തരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ആ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം. അങ്ങനെ കുട്ടികളുടെ ശ്രദ്ധ കൂടും, കോൺസെൻട്രേഷൻ ലെവൽ കൂടും, കുട്ടികളുടെ ആത്മവിശ്വാസം കൂടും. ആത്മവിശ്വാസം കൂടിയാൽ സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്നുള്ള ധാരണ വരും. അപ്പം ഈ പഠനം സ്വാഭാവികമായിട്ടും അബാക്കസിൽ മാത്സ് പഠിക്കുന്നത് തന്നെയാണ് സയൻസും സോഷ്യലിലും ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മെത്തഡോളജിയിലൂടെ, ട്രെയിനിങ് മെത്തഡോളജിയിലൂടെ കൊടുക്കണം.